ഇതൊക്കെ പഠിക്കുക തന്നെ വേണം. ഞാനത് അന്ന് അവിടെ ക്ഷേത്ര ഭാരവാഹികളോട് പറഞ്ഞിട്ടാവുന്ന എന്തിനാ ഇങ്ങനെ ശാഖായോഗം അപ്പുറേ ഉണ്ടല്ലോ, അവിടെ പ്രതിഷ്ഠിച്ചാൽ പോരായിരുന്നോ ഗുരുദേവനെ എന്ന് ഞാൻ ചോദിച്ചതാണ്. അവര് ചിരിക്കുക, അവർക്ക് അതിന് മറുപടി അറിയില്ല. അപ്പോൾ ഗുരുനിന്ദയാണ് നമുക്ക് ഇന്ന് കൂടുതലും കാണാൻ കഴിയുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ഒരു പ്രവർത്തനമൊന്നും മിക്കയിടത്തും കാണുവാൻ സാധിക്കുന്നില്ല. നമ്മളൊന്ന് ഓർത്തു നോക്കണം, നമുക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒത്തുകൂടാൻ സാധിച്ചത് നമ്മുടെ പൂർവികര് ഭഗവാനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ്. ഭഗവാൻ നമുക്ക് എന്താണ് തന്നത്? വിശ്വസിക്കാനല്ല പറഞ്ഞത് ഭഗവാനെ വിശ്വസിക്കേണ്ട, ഭഗവാനിൽ ഉറപ്പാണ് നമുക്ക് വേണ്ടത്, വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഏത് നിമിഷവും മാറ്റപ്പെടാവുന്നതാണ്, അല്ലേ? വിശ്വാസവും അവിശ്വാസവും. ഒരാളെ വിശ്വസിച്ച് നമ്മൾ കുറച്ച് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ അതിനെ നമുക്ക് മാറ്റി പറയുവാൻ സാധിക്കും, അല്ലേ? അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ നമ്മള് കൊടുക്കൽ വാങ്ങലുകളാണ് ഭക്തി. നമ്മുടെ അറിവിൽ കൊടുക്കൽ വാങ്ങലുകളല്ലേ ഭക്തി? അല്ലേ? മിടിക്ക് അല്ലേ? ഞാൻ ഇന്നത് തന്നേക്കാം, എനിക്ക് ഇങ്ങോട്ട് ഇന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം തരണം. 10 വട്ടം ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അവിടെ പോയിട്ട് വലിയ ഗുണമൊന്നുമില്ല, നേരെ വിട്ടേക്കാം, ചൊവ്വാഴ്ച നമുക്ക് നാമ്പടത്തേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പോകുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം ഒന്നാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? ഭഗവാന്റെ അദ്വൈത ദർശനമാണ്. അപ്പൊ എവിടെ ഇരുന്നാലും ഈ വ്യക്തിക്ക് ഇത് തന്നെ അനുഭവം വരുള്ളൂ. നാഗമ്പടത്ത് പോയാലും കൃപാസനത്തിൽ പോയാലും നമ്മുടെ ഏറ്റവും അടുത്ത വലിയ ക്ഷേത്രത്തിൽ പോയാലും ഒക്കെ ഈ ഓടുന്ന വ്യക്തിക്ക് എന്ത് തന്നെ അനുഭവമുള്ളൂ? ആ ഓട്ടം തന്നെ അവസാനം വരെയുള്ളൂ.